KCYയും തലശ്ശേരി അതിരൂപതയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന UCAT പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനും യുവജനങ്ങളുടെ സുഹൃത്തുമായ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്ന് വന്ന യുവജനങ്ങളാണ്. നിങ്ങൾ ഒത്തിരി സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് ദൈവപരിപാലനയെക്കുറിച്ചാണ്. ഈ എപ്പിസോഡിൽ നാം കൂടുതലായിട്ട് ചിന്തിക്കാൻ പോവുക നന്മ തിന്മയെക്കുറിച്ചാണ്. ചോദ്യങ്ങൾ ആരംഭിക്കാം അല്ല പിതാവേ? തീർച്ചയായും. ആരാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്? യെസ്, അഖിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അഖിൽ, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അഖിൽ. പിതാവിൻ്റെ ചോദ്യം ഇതാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നുണ്ട്, ദൈവം തിന്മ അനുവദിക്കുന്നത് അതിൽ നിന്നും കൂടുതൽ നന്മയുണ്ടാകാൻ വേണ്ടിയാണെന്ന്. സത്യത്തിൽ കൂടുതൽ നന്മയുണ്ടാകാൻ വേണ്ടി തിന്മ അനുവദിക്കേണ്ടതുണ്ടോ? സർവ്വനന്മ സ്വരൂപനായ ദൈവത്തിന് തിന്മയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയല്ലേ നല്ലത്? യെസ്, അപ്പോൾ അഖിൽ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. അക്വീനാസ് പുണ്യാളിന് തന്നെ തെറ്റുപറ്റിയെന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഏഞ്ചലിക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ സഭയിലെ ഏറ്റവും വിശുദ്ധനും വിജ്ഞാനിയുമായ വ്യക്തിയാണ് വിശുദ്ധ തോമസ് അക്വീനാസ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കുക. പക്ഷേ അഖിൽ ചോദിച്ച ആ ചോദ്യം ഗൗരവമുള്ള ചോദ്യമാണ്. അക്വീനാസ് പുണ്യവാളൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാൻ ഞാൻ. കാരണം പുണ്യവാൻ പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയത്തില്ല. ഉപരി നന്മയ്ക്ക് വേണ്ടി ചില സഹനങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ വയറുവേദനയായി ബസ്സിൽ കയറി ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ്റിനകത്തൊരു മുഴയുണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അയ്യോ, ഉടനെ പേടിയായി. എങ്കിലും നിവൃത്തിയില്ല, അവിടെ കിടന്നു. അത് കീറി മുഴയൊക്കെ കണ്ടിച്ച് കളഞ്ഞ് കുത്തിക്കെട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നത് ആംബുലൻസിനാണ്. 1 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ശരിക്കും അതൊരു വേദനയും ആണ്. ആ വേദന ഒരു സഹനമാണ്, സങ്കടമാണ്. എന്തിനു വേണ്ടിയാണ് നാം അപ്രകാരം ഒരു സഹനത്തിന് വിധേയനാകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉപരി നന്മയെ ലക്ഷ്യമാക്കിയാണ്, അല്ലേ? നമ്മൾ ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലായി. അതാണ് അക്വീനാസ് പുണ്യവാളൻ പറഞ്ഞത്, ഉപരി നന്മയ്ക്ക് വേണ്ടി ചില തിന്മകളെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. ഈശോ തന്നെ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ പ്രസവ വേദന എടുക്കുമ്പോൾ അവൾ അങ്ങേയറ്റം ആകുലപ്പെടും. എന്നാൽ പ്രസവിച്ച് കഴിയുമ്പോഴോ ഒരു കുഞ്ഞിനെ ലോകത്തിന് നൽകിയതിൻ്റെ സന്തോഷത്തിൽ ആ കൊച്ചിനെ മുഖം കാണുമ്പോൾ അവളെല്ലാ ദുഃഖവും മറക്കും എന്ന് പറയും, അല്ലേ? ഒരിക്കലൊരു ഇടവകയിൽ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞ കഥ ഞാൻ ഓർക്കുകയാണ്. ആ അമ്മച്ചി എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പം തീരുമാനമെടുത്തു, മേലാൽ ഇനി പ്രസവിക്കുകയില്ല. കാരണം അത്രയ്ക്ക് വേദനയാണിത്, ജീവൻ പിരിയുന്ന വേദനയാണ്. ഇനി ഈ വിഷയത്തിനില്ല എന്ന് ഞാൻ കഠിന പ്രതിജ്ഞ എടുത്തു. എന്നിട്ട് അമ്മച്ചി പറയുക ഒരു കള്ളച്ചിരിയോടെ, ഞാൻ ആ പ്രതിജ്ഞ പിന്നീട് 11 തവണയും കൂടെ ലംഘിച്ചു എന്ന് പറഞ്ഞു. അതായത് അമ്മച്ചിക്ക് 12 മക്കളുള്ള ഒരു അമ്മയാണത് പറഞ്ഞത്. അതായത് ഈശോ പറഞ്ഞത് ഈ ഒരു സത്യമാണ്. നമ്മൾ ഈ സഹനങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ ഒക്കെ വരുമ്പോൾ അതിലൂടെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത്. അതിൻ്റെ അപ്പുറത്ത് നന്മയെ ജനിപ്പിക്കാൻ കഴിവുള്ള ദൈവപരിപാലനയെക്കുറിച്ച് ചിന്ത വേണം. കാൽവരിയിലെ കുരിശിൽ ഈശോ വേദനിച്ചത്രയും വേദനിച്ച ഏത് മനുഷ്യനാണുള്ളത്? തിന്മ വിജയിച്ചു, പിശാച് വിജയിച്ചു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. കയ്യാപ്പാസും പീലാത്തോസും അവരുടെ കുതന്ത്രങ്ങളും വിജയിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 3-ാം നാൾ അവൻ കല്ലറയിൽ നിന്ന് മഹിമപ്രതാപങ്ങളോടെ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു സത്യം ലോകം പഠിച്ചു: തിന്മയ്ക്കല്ല ഒരിക്കലും അന്തിമ വിജയം. അവസാനത്തെ ചിരി വിരിയുന്നത്
പിശാചിൻ്റെ മുഖത്തായിരിക്കില്ല, അത് ദൈവത്തിൻ്റെ തിരുമുഖത്തായിരിക്കുമെന്ന്. അതാണ് അക്വീനാസ് പുണ്യവാളൻ പറയുന്നത്, തിന്മയിൽ നിന്ന് നന്മ രൂപപ്പെടുത്താൻ ദൈവമായ കർത്താവിന് കഴിയും. ഇപ്പോൾ ഒരാൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി, ഉപദ്രവിക്കാൻ വേണ്ടി നമുക്ക് എതിരായി പല പാരകളും പണിതു, പല രീതിയിൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാവരും വിചാരിച്ച് നമ്മുടെ ജീവിതം അതോടെ തീർന്നു പോയി. പക്ഷേ അവൻ ഉപയോഗിച്ച ആ ഒരു തിന്മയുടെ വഴികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയാക്കി രൂപാന്തരപ്പെടുത്തി എന്നുള്ള സത്യം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതത്തിൽ സഹോദരന്മാർ അവനെ പിടിച്ച് തല്ലി ഉപദ്രവിച്ചു, പൊട്ടക്കിണറ്റിലെറിഞ്ഞു. അതിനുശേഷം മിദിയാനിലേക്ക് പോയ കച്ചവടക്കാർക്ക് വിറ്റു. അവരുപദ്രവിക്കാനും നശിപ്പിക്കാനും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് അവർ ചെയ്തത്. പക്ഷേ അവരിലൂടെ ദൈവം ജോസഫിനെ ഈജിപ്തിൻ്റെ രാജാവാക്കി മാറ്റി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, ഇല്ലേ? അപരൻ്റെ തിന്മകളെ പോലും നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. വളഞ്ഞ വരകളിലൂടെ നേർരേഖയിൽ എഴുതാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെ നമ്മൾ അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. അഖിൽ, അതുകൊണ്ട് അക്വീനാസ് പുണ്യവാളൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ജീവിതത്തിലെ പല തിന്മകൾ, സഹനങ്ങൾ, വേദനകൾ, അവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നന്മകളാക്കി പരിവർത്തനപ്പെടുത്താൻ ദൈവമായ കർത്താവിന് കഴിയും. കാരണം ഈശോയുടെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാനമായ ദൈവീക ഇടപെടൽ തിന്മകൾക്കിടയിൽ നമുക്കും പ്രതീക്ഷിക്കും. അഖിൽ ചോദിച്ച ചോദ്യത്തിന് പിതാവ് വളരെ ആധികാരികതയോടെ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും പിതാവേ, നന്ദി. താങ്ക് യു അഖിൽ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അദീനയാണ് ചോദിക്കുന്നത്. അദീന, ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അധീന ഇമ്മാനുവൽ. എനിക്ക് പിതാവിനോട് ചോദിക്കുവാനുള്ളത്, പ്രകൃതിക്ഷോഭം, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ എന്നിവ ദൈവത്തിൻ്റെ കോപമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെ നമ്മൾ തിന്മയായി കാണുന്നത് ശരിയാണോ? യെസ്. അധീന എന്താ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എന്നാ പഠിച്ച ഡിഗ്രി? ഞാൻ BA ലിറ്ററേച്ചർ ആയിരുന്നു. BA ലിറ്ററേച്ചറാണല്ലേ? അപ്പോൾ ഇതൊന്നും ദൈവ കോപമാണ് എന്ന് ധരിക്കേണ്ടതില്ല. ദൈവം അങ്ങനെ കോപിക്കുന്നില്ല. ദൈവം കോപിക്കാൻ നമ്മളെപ്പോലത്തെ സ്വഭാവമല്ലല്ലോ ദൈവത്തിന്, അല്ലേ? ചൂട്ട് കത്തിച്ചാൽ കടൽ വെള്ളം തിളയ്ക്കുമോ എന്ന് മലയാളത്തിലൊരു കവിയുടെ സുന്ദരമായ കവിതയുണ്ട്. രണ്ട് ചൂട്ടുകയറ്റ് കത്തിച്ച് പിടിച്ചാൽ കടൽ വെള്ളം തിളയ്ക്കുമോ? ഇല്ല, കടലത് അറിയുന്ന പോലും. അതുപോലെയാണ് ദൈവം അങ്ങനെ ചൂടാകുക, നമ്മളെപ്പോലെ പൊട്ടിത്തെറിക്കുകയോ നിയന്ത്രണം വിടുന്നയാളോ ഒന്നുമല്ല. ദൈവം മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ കോപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് പലതും. യഥാർത്ഥത്തിൽ ഈ പ്രകൃതിക്ഷോഭങ്ങൾ, ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾ, ഇതിനെ നമ്മൾ സ്വാഭാവിക തിന്മകൾ എന്നാണ് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ വിളിക്കുന്നത്, അല്ലേ? ഭൗതിക തിന്മകൾ അഥവാ സ്വാഭാവിക തിന്മകൾ എന്ന് പറഞ്ഞാൽ അത് തിന്മ എന്ന് പറയുന്ന ആരെങ്കിലും ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ഫലം അവർക്ക് ദുഃഖകരമാണ്, വേദനാജനകമാണ്. അതുകൊണ്ടാണ് അതിനെ സ്വാഭാവികമായത് അഥവാ ഭൗമികമായ തിന്മകൾ എന്ന് വിശേഷിപ്പിക്കും. അതിൽ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ധാർമ്മികമായി അത് തിന്മയല്ല, മറ്റൊരു തരം തിന്മയാണ് ധാർമ്മിക തിന്മ. ഞാൻ ഒരുത്തൻ്റെ കരണത്തടിച്ചു, അത് ഞാൻ വ്യക്തിപരമായി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലൂടെ ഉണ്ടായ തിന്മ, അത് ധാർമ്മിക തിന്മയാണ്, അല്ലേ? ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തിന്മ പ്രവർത്തികൾ ചെയ്തു, അതെല്ലാം ധാർമ്മിക തിന്മകളാണ്. അതിന് മാത്രമേ മനുഷ്യന് വ്യക്തിപരമായ ഉത്തരവാദിത്വമുള്ളൂ. അതേസമയം ഈ സ്വാഭാവിക ദുരന്തങ്ങൾ, അതും ഇപ്പോൾ പ്രകൃതി ശാസ്ത്രം പറയുന്നത് നമ്മൾ മനുഷ്യകുലം തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാടെല്ലാം വെട്ടിത്തെളിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വലിയ വരൾച്ച ഉണ്ടാകുന്നത്, വലിയ അതിവർഷങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പണ്ടാരോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ കടലിൽ ഇത്രയും മഴ പെയ്യുന്നത് അവിടെ വനമുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചവരുണ്ട്. അല്ലെങ്കിൽ
ഈ പ്രളയകാലത്ത് ഏറ്റവും വലിയ ഉരുളൊക്കെ പൊട്ടിയത് വലിയ വനാന്തരങ്ങളിലാണ്. അതുകൊണ്ട് നമ്മളീ പറയുന്ന ഉത്തരങ്ങളൊന്നും എപ്പോഴും ശരിയായിരിക്കണമെന്നൊന്നുമില്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക്, പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, സ്വാഭാവിക അല്ലെങ്കിൽ ജന്മനാ ഉള്ള വൈകല്യങ്ങളായിക്കോട്ടെ, അവ അതിൽ തന്നെ തിന്മകളല്ല, മറിച്ച് അവ സഹനങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങളാണ്. അതിനാരും വ്യക്തിപരമായ ഉത്തരവാദികളല്ല എന്ന് നമുക്കറിയാം. ഒരിക്കലും അതിനെ ദൈവകോപമായിട്ട് കരുതേണ്ടതില്ല. ഈശോ ഒരു അന്ധനെ കണ്ടപ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവർ ഒരു പിറവിക്കുരുടനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഗുരു, ഇവൻ ഇങ്ങനെ ജനിക്കാൻ കാരണം ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ? ഉടനെ ഈശോ പറഞ്ഞെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇപ്രകാരം സംഭവിച്ചത്. അതായത് സഹിക്കുന്ന ഓരോ മനുഷ്യനും ദൈവപുത്രനായ ഈശോ മിശിഹായുടെ കുരിശിനോളം മഹത്വമുള്ള വ്യക്തിയാണ്. നമ്മൾ നോക്കുമ്പോൾ അംഗവൈകല്യമുള്ളൊരു വ്യക്തി സമൂഹത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത വ്യക്തിയായി തോന്നും. പക്ഷേ വിശ്വാസം നമുക്ക് തരുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ദർശനം വളരെ വ്യത്യസ്തമാണ്. എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാണ് എന്നാണ് ഈശോ പറയുന്നത്. ദൈവമഹത്വം എന്ന് പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. ആ ഈശോ മിശിഹായുടെ സ്ഥാനമാണ് അവനുള്ളത് എന്നാണ് സുവിശേഷകൻ അവിടെ എഴുതി വയ്ക്കുന്നത് എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഇരകളല്ല, മറിച്ച് അവർ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സജീവ സാക്ഷികളാണ് എന്നുള്ള സത്യം ഓർക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ അംഗപരിമിതരെ ഇപ്പോൾ ദിവ്യാംഗർ എന്നാണ് വിളിക്കുന്നത്. ദൈവീകമായ അവയവങ്ങൾ ഉള്ളവർ എന്നുള്ളതാണ് ഇപ്പോൾ, അത് ശരിയായൊരു പദമാണ്, അത് സുവിശേഷാനുസൃതമായൊരു പദമാണ്. ദിവ്യാംഗർ ആണവർ. കാരണം അവർ ദൈവത്തിൻ്റെ കൃത്യമായ സാന്നിധ്യം സംവഹിക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരക്കാരെ കാണുമ്പോൾ ഇനിമേൽ നമ്മുടെ ആരുടെയും മനസ്സിൽ ആക്ഷേപകരമായ ചിന്തകളല്ല, അവഗണിക്കണം എന്നുള്ള ചിന്തയല്ല വേണ്ടത്. അവർ ക്രൂശിതനായ ക്രിസ്തുവിനോളം മഹത്വമുള്ളവരാണ്. ഈശോ മിശിഹായുടെ കുരിശിലെ സഹനം 3 മണിക്കൂർ നീണ്ട് അവസാനിച്ചുവെങ്കിൽ ഇവരിൽ പലരുടെയും സഹനങ്ങൾ ജീവിതം മുഴുവൻ നീളുന്ന സഹനങ്ങളാണ്. അതുകൊണ്ടാണ് അവർ ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അത്തരക്കാരോട് കൂടുതൽ സ്നേഹത്തോടെ ആദരവോടെ പെരുമാറാൻ സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയും. വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ് അദീന ചോദിച്ചത്. പിതാവ് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി എന്നാണ് വിശ്വസിക്കുക. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ആൽബിയാണ് ചോദിക്കുന്നത്. ആൽബി ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ പേര് അൽബി. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. തിന്മകളോട് സന്ധി ചെയ്ത് ജീവിക്കുന്ന ഇന്നത്തെ പുതുതലമുറയുടെ ഇടയിൽ പിതാവെ, എങ്ങനെയാണ് യുവജനങ്ങളായ ഞങ്ങൾ തിന്മകളോട് സമരം ചെയ്ത് നന്മയിൽ വളരാനായിട്ട് സാധിക്കുക? അൽബിയുടെ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. ഇന്ന് പൊതുവെ എല്ലാ തിന്മകളിലും ആവേശത്തോടെ മുഴുകുന്ന ഒരു പ്രവണതയാണ് പൊതുസമൂഹത്തിൽ കാണുന്നത്. വളരെ നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യവും പബ്ലിസിറ്റിയും ലഭിക്കുക. നേരെ ചൊവ്വേ വാർത്ത പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ, ആരും കാണാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും എന്തെങ്കിലുമൊക്കെ അശ്ലീലങ്ങളും അബദ്ധങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞാണ് ആളുകളെ ആകർഷിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് വലിയ അപകടകരമായ ഒരു പ്രവണതയാണ് സമൂഹത്തിൽ വളർന്നു വരുന്നത്. ഏത് തിന്മയും ഇന്ന് ന്യായീകരിക്കപ്പെടുകയാണ്. ഏത് തിന്മയ്ക്കും ഇന്നിവിടെ അനുയായികൾ രൂപപ്പെട്ടു വരിക. മദ്യത്തിന്, മയക്കുമരുന്നിന്, ഇതൊക്കെ മനുഷ്യൻ്റെ അവകാശമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഇതര മതസ്ഥരെ ആക്ഷേപിക്കുന്ന സിനിമകൾ, പ്രസ്താവനകൾ ഒക്കെയും വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു വരിക. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത്
തിന്മയോട് സമരസപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും വളർന്നു വരുന്നത് എന്നുള്ളത് സത്യം. ഇവിടെ എങ്ങനെയാണ് നമ്മൾ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാകും. ഈശോ മിശിഹായാണ് ഈ അവസരത്തിൽ എങ്കിൽ യുവാവായ ഈശോ ഈ അവസരത്തിൽ എങ്ങനെ പെരുമാറുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും. ഇനി ഈശോ മിശിഹായുടെ എന്ത് ചിന്തിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, ഞാനിപ്പോൾ ഈശോയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടെ ചിന്തിക്കും. അപ്പോൾ ഈശോ കാണുന്ന സാഹചര്യത്തിൽ ഞാനിത് പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തിന്മയ്ക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നത് അത് ജീവിതം മുഴുവനും നീളുന്നൊരു പോരാട്ടം. ഒരിക്കൽ നമ്മൾ തിന്മയെ അതിജീവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഏത് സമയവും നമ്മൾ വീണു പോകാം, അല്ലേ? അതുകൊണ്ടാണ് ഈശോ പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നിരന്തരമായ ഒരു പോരാട്ടം ഇതിനാവശ്യം. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഒരു തവണ കള്ളുകൂടി ഒഴിവാക്കി, അതുകൊണ്ട് കാര്യമുണ്ടോ? രണ്ടാം തവണ നിർബന്ധിച്ചപ്പോൾ പോയി കുടിച്ചു. അപ്പോൾ ആദ്യ തവണ ഒഴിവാക്കിയതിന് പുണ്യമെന്ന് പറയാൻ പറ്റിയ. നിരന്തരമായ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ തിന്മയുടെ സംസ്കാരത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കൂ. മൂന്നാമതായി, നമ്മുടെ പിയർ ഗ്രൂപ്പുകളിൽ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ ഗ്രൂപ്പുകളിൽ നന്മയാണ് സംസാരിക്കുന്നത്, നന്മയാണ് സംവദിക്കപ്പെടുന്നത് എന്ന് നമ്മളെല്ലാവരും ചേർന്ന് ഉറപ്പുവരുത്തണം. യുവജനങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ പിയർ ഗ്രൂപ്പുകളാണ് നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്നത്. നമുക്ക് ഏറ്റവും അടുത്ത ഒരു 4-5 പേരുടെ സൗഹൃദ വലയം ഉണ്ടാകും, അല്ലേ? ആ ഒരു സൗഹൃദ വലയത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ദിശ രൂപപ്പെടുന്നത് എന്നുള്ളത് സത്യമാണ്. അവിടെ ആരെങ്കിലും തിന്മയുടെ വഴികളിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴേ അവനെ തിരുത്താനും ശരിയായ ദിശയിൽ കൊണ്ടുവരാനും പരിശ്രമിക്കണം. നമ്മുടെ എല്ലാ പരിശ്രമവും വൃഥാവിലാവുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം കൂടി നിങ്ങൾ കാണിക്കണം. എങ്കിൽ മാത്രമേ തിന്മയ്ക്കെതിരായ ഈ നിരന്തരമായ പോരാട്ടം നമുക്ക് വിജയിക്കാനാവുകയുള്ളൂ. ഈ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ. നിങ്ങൾ ഒരിക്കൽ ഏതെങ്കിലും തെറ്റിൽ വീണു പോയാൽ ഏറ്റവും അടുത്ത അവസരത്തിൽ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുക. ആ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾക്ക് പകരുന്ന ഊർജം അത്ഭുതാവഹമാണ്. നിങ്ങൾ ഒരിക്കലും തിന്മയിൽ വീഴാത്ത വിശുദ്ധയായ വ്യക്തിയെപ്പോലെ ദൈവം നിങ്ങളെ കുമ്പസാരത്തിന് ശേഷം പരിഗണിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തിന്മയ്ക്കെതിരായ പോരാട്ടം നമ്മൾ തന്നെ നോക്കിയാൽ വിജയിക്കില്ല. അതിന് തിരുസഭയിലൂടെ ഈശോ തരുന്ന സംരക്ഷണ കവചങ്ങളായ ഈ കൂദാശകളിലൂടെ ലഭിക്കുന്ന വരപ്രസാദം കൂടി സ്വന്തമാക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ ഈ തിന്മ നിറഞ്ഞ ലോകത്ത്, തിന്മയുമായി സമരസപ്പെടുന്ന ലോകത്ത് നമുക്ക് നന്മയുടെ വക്താക്കളാകാൻ സാധിക്കും. താങ്ക് യു പിതാവ്. ആൽബിയ ചോദിച്ച ചോദ്യത്തിന് പിതാവ് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? പിതാവെ, ഇതുമായി സംബന്ധിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത്, വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാറുണ്ട്. യുവജനങ്ങളായ നമ്മൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? യെസ്, നന്മയുടെ വഴിയെ നടക്കുന്നവർക്ക് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകും എന്നുള്ളത് സത്യമാണ്, അല്ലേ? ശുദ്ധ തോന്നിവാസം കാണിച്ച് നടക്കുന്നവനൊക്കെ വെച്ചടി കയറ്റം, മര്യാദയ്ക്ക് ജീവിക്കുന്നവനൊക്കെ എന്നും അധോഗതി. ഇത് ചിലപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. 37-ാം സങ്കീർത്തനം പറയുന്നുണ്ട്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, തിരികെ വന്നപ്പോൾ അവൻ്റെ പൊടി പോലും കണ്ടില്ല എന്ന്. അങ്ങനെ ഒരു സത്യമുണ്ട്. ഒരു കാര്യം സത്യമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെന്നായിരുന്നു? അജയ്.
അജയ്, ഒരു കാര്യം സത്യമാണ് അജയ്, നമ്മൾ തിന്മയുടെ വഴിയിലൂടെ മറ്റുള്ളവരെ കബളിപ്പിച്ചും മറ്റുള്ളവരുടെ കണ്ണുനീര് വീഴ്ത്തിയും നമ്മൾ പെട്ടെന്ന് വിജയിച്ചു, നേട്ടമുണ്ടാക്കി എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അതൊന്നും ശാശ്വതമായി നിലനിൽക്കില്ല. ശാശ്വതമായി നിലനിൽക്കുന്നത് നന്മയുടെ വഴിയിലൂടെയുള്ള നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, ഒരു തലമുറയ്ക്ക് ശേഷം ഒരു കുടുംബം എങ്ങും എത്താതെ ഗതികെട്ട് പോകും നമുക്ക് കാണാൻ. അതിൻ്റെയൊക്കെ ചരിത്രം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പൂർവികർ, മാതാപിതാക്കളാകാം, വലിയ അതിക്രമങ്ങളും അന്യായങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തിയേച്ചിട്ട് പലതും വെട്ടിപ്പിടിക്കുകയും സ്വന്തമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അന്നേരം ആരും ചോദ്യം ചെയ്യാനില്ലാഞ്ഞുകൊണ്ട് അവരുടെ നിലപാട് വിജയിച്ചു എന്ന് ചിലപ്പം അർത്ഥമുണ്ടായെന്നിരിക്കും. പക്ഷേ അതൊന്നും ശാശ്വതമല്ല. അന്യായമായതെല്ലാം ദൈവമായ കർത്താവ് ഇടപെട്ട് ന്യായമുള്ളതാക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം എല്ലാറ്റിനെയും നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല എന്ന് ഈശോമിശിഹായെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. നീതിയെ സത്യമായും അവൻ വിജയത്തിലെത്തിക്കും. ഇപ്പോഴത്തെ ചതഞ്ഞ ഞാങ്ങണയും പുകഞ്ഞ തിരിയും കണ്ട് അതാണ് യഥാർത്ഥ നീതി എന്നാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവൻ സത്യമായും നീതിയെ വിജയത്തിലെത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് സത്യസന്ധതയുടെ വഴിയിലൂടെ നടന്ന് കാര്യമായി ഒരുപാടൊന്നും സമ്പാദിച്ചില്ലായിരിക്കും. എനിക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന് ഒരു 10,80,000 രൂപ, 1,00,000 രൂപ അടുത്ത് ശമ്പളം കിട്ടും. ഈ മനുഷ്യൻ കിട്ടുന്ന ശമ്പളത്തിൻ്റെ നേർപകുതി കൊണ്ടുപോയി തെരുവിൽ ഭക്ഷണമില്ലാതെ കഴിയുന്ന മനുഷ്യർക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കാൻ 100 പേർക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കൊടുക്കലാണ്. സ്വന്തമായൊരു വീട് പോലും ഈ മനുഷ്യൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. റിട്ടയർ ആകാറായി മനുഷ്യൻ. എല്ലാവരും ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നു. ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവച്ചു. ഇയാൾ ചെയ്യുന്ന നന്മയായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയില്ല. ദൈവാത്മാവ് എങ്ങനെ പ്രചോദിപ്പിക്കുന്നു അതുപോലെ ജീവിക്കും. കുറേ നാൾ കഴിഞ്ഞ് ഈ സാറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ദൈവം വലിയ അനുഗ്രഹം തന്നു. എൻ്റെ 2 മക്കളും നീറ്റ് പരീക്ഷയിൽ ആദ്യ റാങ്കുകളിൽ സ്കോർ ചെയ്തു. ഒരു മെഡിസിൻ്റെ സീറ്റ് കിട്ടണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? ഒരു മെഡിസിൻ ഇനി അഥവാ പരീക്ഷ എഴുതി ജയിച്ച് കയറിയതാണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറിലാണ് അഡ്മിഷനെ എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫീസ് ഈ സാറിന് താങ്ങാൻ പറ്റാത്തതാണ്. ഏറ്റവും ഉന്നത റാങ്ക് കിട്ടിയപ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ വെറും നാമമാത്രമായ തുകയ്ക്ക് വർഷം 15,000 രൂപയൊക്കെ ഫീസിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ മെഡിസിൻ പഠിക്കുക. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ആയുസ് മുഴുവനും ഞാൻ കൈക്കൂലി മേടിച്ചാലും എൻ്റെ 2 മക്കളെ മെഡിസിൻ പഠിപ്പിക്കാനുള്ള ശേഷിയും സമ്പത്തും എനിക്കുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഞാൻ ദൈവം എന്നോട് പറഞ്ഞ വഴിയിലൂടെ നടന്നു. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇതൊരു സത്യമാണ്. ജീവിതത്തിൽ നന്മ വിജയിക്കുക തന്നെ ചെയ്യും. അത് അല്പം വൈകി എന്നുള്ളത് കൊണ്ട്, തൽക്കാലം തിന്മ വിജയിച്ചു എന്നതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തിന്മയല്ല, നന്മയാണ് അന്തിമമായി വിജയിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. അജയ് ചോദിച്ച ചോദ്യത്തിന് പിതാവ് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി. താങ്ക് യു പിതാവേ. താങ്ക് യു അജയ്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ നന്മ തിന്മയെക്കുറിച്ചാണ് നാം കൂടുതലായിട്ട് ചിന്തിച്ചത്. ആദിമകാലം മുതൽ തന്നെ സഭയിലുള്ള വലിയ ചോദ്യമാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ളത്. ഇന്ന് ഈ എപ്പിസോഡിൽ പിതാവ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉത്തരം നൽകുകയും ഞങ്ങളെ പ്രബുദ്ധരാക്കുകയും ചെയ്തതിനെ ഓർത്ത് പിതാവിന് ഒത്തിരി സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നെല്ലിക്കാമ്പോയിൽ ഫൊറോനയിലെ യുവജനങ്ങളാണ്. നിങ്ങൾക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. വീണ്ടും നല്ല ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി. നമസ്കാരം.